നമ്മളങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയി. എല്ലാ വർഷവും നമ്മൾ പോണതാണ് ഗ്ലോബൽ വില്ലേജ് ദുബായ്. ഇതിൻ്റെ മെയിൻ ടൂറിസത്തിൽ ഒരു സംഭവമാണ്. ഞാനിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മളൊന്ന് ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് എൻട്രി ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയാണ് ഇതിൻ്റെ സൈഡിൽ കാണുന്നത്. വലിയ കാർ പാർക്കിംഗ് ഏരിയയാണ്. ഒത്തിരി നമുക്ക് വലിയ മിസ്റ്റേക്കുകൾ വരാനുണ്ട്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് ഏരിയയാണ്. ഇത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വിശാലമായിട്ടുള്ള കുറേ പവിലിയൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ഫുൾ എല്ലാ രാജ്യങ്ങളുടെയും കൂടിയുള്ള ഒരു വില്ലേജ്. എല്ലാ രാജ്യക്കാരുടെയും ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാ രാജ്യക്കാരുടെയും എക്സിബിഷൻസ് പവിലിയൻസായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എല്ലാ കാര്യങ്ങളിലും മനസ്സിലാകും. എല്ലാ കൾച്ചർ, ഫുഡ്, കാർണിവൽസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ എൻ്റർടൈൻമെൻറ്റായിട്ട് നടക്കുന്നുണ്ട്. ഫാമിലിയായിട്ട്, കുട്ടികളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു വൈബ് മൂഡ് തന്നെയാണ്. മെയിനായിട്ട് ഇത് നടക്കുന്നത് ഒക്ടോബർ തുടങ്ങി, എല്ലാ വർഷവും ഒക്ടോബർ തുടങ്ങി മെയ് വരെ. അത് സീസണാണ് ദുബായിൻ്റെ അല്ലെങ്കിൽ UAE മെയിൻ സീസണുകളിലൊന്നാണ് ഒക്ടോബർ ടു മെയ്. ആ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലൈമറ്റാണ്, ചൂടല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തണുപ്പ് എൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ക്ലൈമറ്റൊക്കെയാണ്. ഇതിനെ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈ സൈഡിൽ കാണുന്ന എല്ലാം പവിലിയൻസാണ്. കുവൈറ്റ്, ഇറാൻ, അമേരിക്ക, ബ്രിട്ടൻ, ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കിത് വാച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സർക്കിൾ ചെയ്തൊരു വലിയ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ട് നമുക്കിവിടെ കൂട്ടാം. ഇവിടെ ഒരു കർവ് വെച്ചിട്ടുണ്ട് അവിടുത്തെ. ഇതൊരു പാത്ത് വേ ആണ് ശരിക്കും. ഇതിലൂടെയാണ് എൻട്രി ചെയ്യണത്. വാഹനങ്ങളോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അലൗഡല്ല. അവരുടെ തന്നെയുള്ള കുറച്ച് മെയിൻ്റനൻസ് വാഹനങ്ങളല്ലാണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഈ വിസിറ്റേഴ്സിനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളല്ലാണ്ട് ഒരു സംഭവമില്ല. ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒത്തിരി ലൊക്കേഷൻസ് അവിടെ കാണാൻ പറ്റും. അതിനുവേണ്ടി തന്നെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. എൻ്റെ സെയിം ടൈം ഈ എല്ലാ സൈഡിലും ഇപ്പോൾ നമ്മൾ ഈ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പവിലിയൻസാണ്. ഞാനത് കാണിക്കുന്നില്ല വ്യക്തമായിട്ട്, പക്ഷേ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. തുർക്കി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു വൈബ് അവിടെ, ഒരു ലേബിൾസ് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡുണ്ട്. എന്താണ് അവിടെ ഇല്ലാത്തതെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെയാണ് അതെല്ലാ ടൈപ്പ് ഫുഡും, വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരുവിധം ഈ റോ ഫുഡ്സ് വരെ അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം. പിന്നെ ക്രിസ്മസ് സീസണിൽ തന്നെയാണ് ഇത് വരുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെതായ ക്രിസ്മസ് ട്രീ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ക്രിസ്മസ് സോങ്സൊക്കെ സ്റ്റിൽ അവിടെ പ്ലേ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസിന് ശേഷമാണ് നമ്മൾ പോയത്. എങ്കിൽ പോയി ന്യൂ ഇയർ വരെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. ക്രിസ്മസ് ട്രീയും അവിടെ തന്നെ ഉണ്ടാകാനാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഒത്തിരി ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ ടൂറിസം അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അതിൽ ഇതിനകത്ത് വരുന്ന ഗ്ലോബൽ വില്ലേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 90 കൾച്ചേഴ്സ് ഒന്നിച്ചുള്ള ഒരു ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഇവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് ഓപ്പൺ. ഇവിടെ സ്റ്റേജ് വരുന്നുണ്ട്. അവിടെ പിള്ളേർക്ക് പറ്റുന്ന ഒത്തിരി ഗെയിം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കൂടുതലും ഈ കാർട്ടൂൺ റിലേറ്റഡ് ആണ്. കാർട്ടൂണിനെ അവർ ലൈവ് പെർഫോമൻസ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് പിള്ളേർക്ക് കാണിക്കുന്നു. പിന്നെ ഒത്തിരി സെറ്റിങ്സ് വേറെ ഉണ്ട് അവിടെ. ഇങ്ങനെ ഈ പുൽമേട് പോലെ ഇട്ടിരിക്കണ കുറേ ചെയർ ഇങ്ങനെ. അത് കൂടുതൽ അറബികളാണ് അവിടെ വന്നിരുന്നത്. ഇങ്ങനെ അത് എൻജോയ് ചെയ്യണമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഫുൾ അതിനിടയ്ക്ക് കുറേ കച്ചവടക്കാർ. ഞങ്ങളിവിടെ സുഷിയാണ് മേടിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഫ്രഷ് റോ ഫുഡിൽ വരുന്നതാണെന്ന് തോന്നുന്നത്. അതിൻ്റെ മീൻ മുട്ട കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. പക്ഷെ അത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും എവിടെ പോയാലും ഞാനത് എൻ്റെ ഫുഡിൻ്റെ മെയിനായി സുഷി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കത്തില്ല. അത് കഴിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ബാക്കി ഒത്തിരി ഫുഡിൻ്റെതായിട്ടുള്ള കൗണ്ടറുകൾ അവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ആഫ്രിക്കൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ, ഏഷ്യൻ, കോണ്ടിനെൻ്റൽ എല്ലാ ഐറ്റംസും അവിടെ വരുന്നുണ്ട്.
നമ്മളങ്ങനെ നടന്നൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒത്തിരി നല്ല രസമുള്ള കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമല്ലോ, അതിൻ്റേതായിട്ടുള്ള ഫുൾ ആ ഒരു സർക്കിൾ അത് എത്രത്തോളം ഒരു ബോർഡറിലാണ് കിടക്കണം എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഫുൾ പിക്ചർ കിട്ടുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ സെൻറ്റർ പാർട്ട് എന്ന് പറയാം. സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർണർ ഒരു മിഡിൽ പോയിൻറ്റ്, പക്ഷേ സെൻറ്ററാണ് അവിടെ വരുന്നത്. ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. Yes, each way. Here. That's magic. The legend of the star. Long time ago, enough time. It was a brave explorer. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ തന്നെയാണ്. ഇവരെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വൈബ് കിട്ടുന്നുണ്ട്. അത് ഞാൻ അവിടെ ലൈവായിട്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെ നമുക്ക് മൊബൈലിൽ പിടിച്ചിട്ട് ശരിയാവുന്നില്ല. എനിക്ക് അവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും മനസ്സിലാകുന്നൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ വന്നപ്പോൾ കുറച്ചും കൂടി പിള്ളേർക്ക് പഠിക്കാവുന്ന സാധനങ്ങൾ, ഗെയിമുകൾ കളിക്കാൻ റിസ്കി ആയിട്ടുള്ള കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലുള്ള, കുറച്ച് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന രീതിയിൽ, എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ഗെയിമുകളാണ്. ഈ പ്രാവശ്യം അവരവിടെ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് സയൻസ് റിലേറ്റഡാണ്. എനിക്ക് ഈ പ്രാവശ്യം ഒത്തിരി കാര്യങ്ങളവിടെ സയൻസ് റിലേറ്റഡ് തോന്നി. സ്പേസിൻ്റെയൊക്കെ എത്രയോ കാര്യങ്ങളവിടെ വന്നിട്ടുണ്ട്. എത്രയോ പുതിയ സംഭവങ്ങളാണ് വന്നിരിക്കുന്നത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത്. പിന്നെ ഇത് അവിടെ ഉള്ളത് നമ്മൾ സ്ഥിരമുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്തുമായിരുന്നു, മിറർ ഹൊറർ അങ്ങനത്തെ ഒരു സംഭവമാണ് തോന്നുന്നു. അവിടെ പ്രേതങ്ങളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന പോലത്തെ കയറി നമ്മൾ എൻട്രി അവിടുന്ന് ഫുള്ള് മിററാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല അത് ഏത് വഴിക്കാണ് എക്സിറ്റ് ആണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ എന്താ പറയുക, നമ്മുടെ ഇവർ വരും, ഗോസ്റ്റൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പേടിപ്പിക്കുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന്. പക്ഷെ നമുക്കത് എങ്ങോട്ട് പോകണമെന്നോ കാര്യങ്ങളോ ഒന്നും പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും അതിൻ്റെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഏതാണ് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത് അല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല ഇടിച്ച് ചില്ലയിലായിരിക്കും വീഴുന്നത്, ചില സിനിമയ്ക്കകത്ത് ദിലീപൊക്കെ കാണിക്കുന്ന പോലെ. പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്ന അതിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യേണ്ടത് ഒരു സ്പേസിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഒരു റൂമിലേക്കാണ്. അത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് കാരണം നമ്മളും അതിൻ്റെ കൂടെ ചലിക്കുവാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി വീഡിയോസ് ഉണ്ട്, ഞാനത് ചില പ്രൈവസി കാരണം ഞാൻ അവിടുന്ന് അത് ലീക്ക് ചെയ്യുന്നില്ല. പക്ഷെ അത് നല്ല രീതിയിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ വരുന്ന ഒത്തിരി ഗെയിമുകളിൽ വരുന്നത് ബം കാർ വരുന്നുണ്ട്, റോളർ കോസ്റ്റർ വരുന്നുണ്ട്, ഇതിൻ്റെ മൂവിങ് ബോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഗെയിമുകളായിട്ട്. അല്ലാണ്ട് ഫുഡിൻ്റെ ഐറ്റംസ് ഒത്തിരി ഉണ്ട്. നമ്മൾ തൽക്കാലം മതിയാക്കിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് നോക്കി വന്ന രീതിയിൽ വന്ന സ്ഥലത്തുകൂടി അല്ല, അവിടെ കൂടി ഇറങ്ങാനുള്ള വകുപ്പുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കുറേ ലോങ്ങിൽ വന്നതുകൊണ്ട് നമ്മൾ വേറെ സൈറ്റിൽ കൂടിയാണ് എക്സിറ്റ് നോക്കി. പക്ഷേ അവിടുത്തെ എക്സിറ്റ് കിട്ടി അവിടുന്നോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്ത സ്ഥലം, ഇത് തന്നെയാണ്. പക്ഷേ നൈറ്റ് ആയപ്പോൾ അവിടുത്തെ ലൈറ്റും കൂടി വന്നപ്പോൾ അതിൻ്റെ കളർ ഒന്നും മാറിയെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സംഭവം അത് തന്നെയാണ്. എനിക്ക് അവിടുത്തെ ഒരു വ്യൂ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ക്യാമറ എടുത്തപ്പോൾ സമയമായിപ്പോയി. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോങ് വ്യൂ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ ലൊക്കേഷനിലേക്ക് തന്നെ പോകുന്നു. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ദുബായിൽ ഇങ്ങനെ മൊത്തം ഇത് തന്നെയാണ്. ഇവിടെ ഇഷ്ടംമാതിരി പ്ലേസസ് ഉണ്ട്. നമുക്കിങ്ങനെ പോയി പൈസ ഉണ്ടെങ്കിൽ എത്രയോ ഇങ്ങനെ ലൈവായിട്ട് രാത്രി പകലൊന്നുമില്ലാണ്ട് ലൈവ്